ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഹോം റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പറമ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്ന ഒരു ഔഷധ ചെടിയാണ്, നിലംപറ്റി വളരുന്ന ഒരു ചെടിയാണ് നമ്മുടെ മുക്കുറ്റി എന്ന് പറയുന്നത്. നല്ല ഭംഗിയിൽ ഇതിൻ്റെ ഇലകളും പൂക്കളും ഒക്കെ നിൽക്കുന്നത് കാണാം. പക്ഷെ നമ്മൾക്ക് പലർക്കും ഇപ്പോൾ പുതിയ ജനറേഷനിലുള്ള ആൾക്കാർക്കൊന്നും ഇതിൻ്റെ യൂസും കാര്യങ്ങളും ഒന്നും അറിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓൾറെഡി അറിയാവുന്നവർ ക്ഷമിക്കുക. ധാരാളം ആൻറ്റി ഓക്സിഡൻസുകൾ അടങ്ങിയിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ മുക്കുറ്റി. നമ്മുടെ ശരീരത്തിൽ നിന്ന് ടോക്സിൻസിനെ എല്ലാം പുറന്തള്ളാനായിട്ട് ഇത് വളരെ നല്ലതാണ്. ഈ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ നമുക്ക് ക്യാൻസർ അടക്കമുള്ള നിരവധി രോഗങ്ങളെ ചെറുക്കാനായിട്ട് നല്ലതാണ്. ഡീറ്റെയിൽ ആയിട്ട് ഇത് എന്തൊക്കെ രോഗങ്ങളെ കുറയ്ക്കുമെന്ന് ഈ വീഡിയോയിൽ പറയുന്നതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ. ഇപ്പോൾ പ്രമേഹത്തിന് മരുന്ന് കഴിച്ചിട്ടും അത് കൺട്രോൾ ആകുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ഡ്രിങ്ക് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ മുക്കുറ്റി ഉപയോഗിച്ച് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മുക്കുറ്റി രണ്ടെണ്ണം നമ്മളിവിടെ പറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ചെറിയ മുക്കുറ്റിയാണ്, വലുതാണെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ കൂടുതൽ അളവിലാവണ്ട. ഇതിൻ്റെ സമൂലം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നന്നായിട്ട് കഴുകിയൊക്കെ എടുക്കണമെന്ന് മാത്രം. വേരുൾപ്പെടെ നമുക്ക് ഇതിനായിട്ട് എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ 1 ഗ്ലാസ് അല്ലെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് അടപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് ഇതിൻ്റെ ഇലകളിലും വേരുകളിലും ഒക്കെയുള്ള ആ ഗുണങ്ങളൊക്കെ നമ്മുടെ ആ വെള്ളത്തിലേക്ക് വരത്തക്ക വിധത്തിൽ തന്നെ നന്നായിട്ട് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇത് പ്രമേഹ രോഗികൾ കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് കഴിക്കേണ്ടത് അതിന് ശേഷമായിരിക്കണം. ഒരു അരമണിക്കൂർ ഡിഫറൻസിൽ വേണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം കഴിക്കാനായിട്ട്. മരുന്നുമായിട്ട് ഒരിക്കലും അടുത്തടുത്ത് കഴിക്കണ്ട. മരുന്ന് കഴിച്ചിട്ട് നോർമലായിട്ട് തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് നമുക്ക് ഇപ്പോൾ കഴിക്കണമെന്നില്ല. കാരണം ഷുഗറിൻ്റെ അളവ് കുറഞ്ഞു പോകാതിരിക്കാനാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, നോർമലാണ്. ഷുഗറും കാര്യങ്ങളും ഒക്കെ ഉള്ളവർക്കാണെങ്കിലും, ഇപ്പോൾ അലർജിയൊക്കെ വരുന്നവരാണെങ്കിൽ, ആസ്മ അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നവർക്കും ശ്വാസകോശ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും അകറ്റാനായിട്ടും നമുക്ക് ഈ ഒരു പാനീയം തയ്യാറാക്കി കുടിക്കുന്നത് വളരെ ഉത്തമമാണ്. പ്രത്യേകിച്ച് കോൾഡ് കാര്യങ്ങളുള്ളപ്പോൾ നമ്മൾ കുടിക്കേണ്ടത് ഇളം ചൂടോടുകൂടി വേണം കുടിക്കാനായിട്ട്. അതാണ് ഏറ്റവും നല്ലത്. ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനായിട്ട് സഹായിക്കും. ഇപ്പോൾ ശരീരത്തിൽ നീര് പോലെയൊക്കെ അനുഭവപ്പെടുന്നു അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരില്ലേ, അപ്പോൾ അതൊക്കെ മാറാനായിട്ടും ഈ ഒരു ഡ്രിങ്ക് കഴിക്കാം. ഇത് നമ്മൾ 7 ദിവസമാണ് കഴിക്കേണ്ടത്. ഇതുപോലെ തന്നെ നമുക്ക് ഡയബറ്റിക്കൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന കുറേ ഡ്രിങ്ക്സ് ഉണ്ട്. പെട്ടെന്ന് നമ്മുടെ മെഡിസിൻസൊക്കെ തീർന്നു പോകുന്ന അവസരത്തിൽ നമുക്ക് ഒന്നും കഴിക്കാതെ ഇരിക്കുന്നതിന് നല്ലത് ഈ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അത് ഷുഗർ ലെവൽ കൂടാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ അത് 7 ദിവസത്തിൽ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാതിരിക്കുക. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് മറ്റൊരു ഡ്രിങ്ക് കഴിക്കാം. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഇതിനു മുമ്പുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് അറിയണമെന്നുള്ളവർ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ കൂടുതൽ ടിപ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഉടനെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.